എൻ്റെ പേര് ജെസ്സി അഗസ്റ്റിൻ, ഇരുമ്പുകുഴിയിൽ, രാമപുരം. ഇതെൻ്റെ ഹസ്ബൻഡ് അഗസ്റ്റിൻ ജോസഫ്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്താണ് ഞാൻ ഉടമ്പടി പുതുക്കിയത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറയുവാനാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത്. യേശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്ന പോലെ, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിലൂടെ വളരെയധികം അന്വർത്ഥമാവുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ഇവിടെ വരുന്നതിന് 6 മാസം മുൻപ് എൻ്റെ ഹസ്ബൻഡിൻ്റെ തൊണ്ടയിൽ അസിഡിറ്റി പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകുമായിരുന്നു. മിക്കവാറും ദിവസം ഉണ്ടാകുമ്പോൾ അത് അസിഡിറ്റിയാണ്, ചെസ്റ്റ് പെയിൻ അല്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ബുദ്ധിമുട്ട് പറയുമ്പോൾ ചെസ്റ്റിൽ പോയി തൈലം പൂശി കുരിശ് വരച്ച് ചിലപ്പോൾ കിടന്നുറങ്ങുമായിരിക്കും. ആ സമയത്തും ഞാൻ തൈലം പൂശി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. അങ്ങനെ ജൂലൈ മാസത്തിൽ ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ സാക്ഷ്യം പറയുകയുണ്ടായി. അതിനുശേഷം പോയി ഹസ്ബൻഡിൻ്റെ ചെക്കപ്പ് നടത്തി. അപ്പോഴാണ് അറിയുന്നത് 4 ബ്ലോക്കുണ്ട്, സർജറി ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പലരും പറഞ്ഞു, ഉടമ്പടി പറഞ്ഞത് നിങ്ങൾക്ക് പണി കിട്ടിയല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പണി കിട്ടിയതല്ല, അത് ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചു. അങ്ങനെ സർജറിക്ക് വേണ്ടി പോയി ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഹസ്ബൻഡിനെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു തൈലം പൂശി പ്രാർത്ഥിക്കണമായിരുന്നെന്ന്. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഡോക്ടറെ കാണാനുള്ള ഇടവേള ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഓപ്പറേഷന് പൊയ്ക്കോളാൻ പറഞ്ഞു. നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്നിലൊരു തോന്നലുണ്ടായിരുന്നു, ഈ വർഷം പൈസ നീ ഹാൻഡിൽ ചെയ്യണം. അതുപോലെ ഞങ്ങൾ താമസിക്കുന്ന മുറി വരുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കണം എന്നൊക്കെ. ഞാനത് ഹസ്ബൻഡിനോട് ചോദിച്ചു, പൈസ എങ്ങനെയാണ് ഏത്. അപ്പോൾ എല്ലാ വിവരവും ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ മുറി ക്ലീനാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമ്മളൊരിക്കലും ക്ലീനേഴ്സിനെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിക്കാറില്ലല്ലോ, ഈ പ്രാവശ്യവും അത് വേണ്ട എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ റൂമിൻ്റെ കീയൊക്കെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ എൻ്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചു. അങ്ങനെ സർജറിക്ക് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഒരു മെഡൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെക്കണമെന്നുണ്ടായിരുന്നു. ആ മെഡൽ വെക്കാനായിട്ട് സാഹചര്യം എൻ്റെ നഴ്സിംഗ് സ്കൂളിൽ പഠിച്ച ഒരു സുഹൃത്തിനെ കണ്ടുകിട്ടാനിടയാവുകയും ആ കുട്ടി തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് മുമ്പ് ആ മെഡൽ തിയേറ്ററിൽ വെക്കുകയും ചെയ്തു, ടേബിളിൽ തന്നെ. അങ്ങനെ ആ മെഡൽ വേറൊരു കുട്ടിയിലൂടെ ICUയിൽ എത്തിച്ചു. അങ്ങനെ എല്ലാവരിലും മുമ്പ് തന്നെ ICUയിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും മുമ്പ് തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ സാധിച്ചു. അതുപോലെ പിറ്റേ ദിവസം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 8 ദിവസം കഴിഞ്ഞ് 8-ാം ദിവസമേ ഡിസ്ചാർജ് ആവുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എങ്കിലും ഓരോ ദിവസം വരുമ്പോഴും ഒരു ദിവസം മുമ്പേ കൂട്ടി ഡോക്ടർ പറയും, വ്യാഴാഴ്ച എന്ന് പറഞ്ഞത് ബുധനാഴ്ച എന്നത് ചൊവ്വാഴ്ച രാവിലെ വന്നതേ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഡിസ്ചാർജായി വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ആ പോയപ്പോൾ അവർ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വെയിലൊന്ന് കൊള്ളിക്കണം, കാരണം ഊണ്ടൊക്കെ ഹീല് ചെയ്യാൻ മഴയൊക്കെ നനയുമ്പം തണുപ്പുള്ളപ്പം ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒത്തിരിയേറെ പെരുമഴയുള്ള സമയമായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നു കഴിഞ്ഞ് ഭയങ്കര മഴയാണ്. പിറ്റേ ദിവസം ഞാൻ മുറ്റത്തിറങ്ങിയെന്ന് ഞാൻ പറഞ്ഞു, ദൈവമേ, ആകാശം തുറക്കാനും അടയ്ക്കാനും കഴിവുള്ളവനായ തമ്പുരാനെ, 5 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഉണക്ക് തരണമേ എന്ന്. പക്ഷേ ഞങ്ങൾക്ക് 5 ദിവസം ചോദിച്ച് എനിക്ക് 25 ദിവസത്തോളം ഒരു മഴ പോലും പെയ്യാതെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് വരെ അങ്ങനെ മഴയില്ലാതെ നമുക്ക് ഉണക്ക് തന്നു. അതുപോലെ ഈ ഓഗസ്റ്റ് 22-ാം തീയതി ഞങ്ങളുടെ മൂത്ത മോനും ഇളയ മകൾക്കും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവർ നീന്തൽ പഠിക്കാൻ പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ അവരൊരു ജപമാല ചൊല്ലി
ജപമാല തീർന്നു കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ ഉറങ്ങിപ്പോയി. വണ്ടി സൈഡിലേക്ക് തെറ്റി ഒരു ഓടയുടെ മുമ്പിൽ ചെന്ന് ടയറൊക്കെ പൊട്ടി. പക്ഷെ ഒരു പരിക്ക് പോലും പറ്റാതെ അവരെ രണ്ടുപേരെയും ഈശോയും മാതാവും സംരക്ഷിച്ചു. അതുപോലെ എനിക്ക് തിരിച്ചു പോകുന്ന ഡേറ്റിന് പോലും ഈശോയും മാതാവും എന്നെ കരുതി സംരക്ഷിച്ചു. ഹസ്ബൻഡും മോളും തിരിച്ചു പോകേണ്ടിയിരുന്ന ഓഗസ്റ്റ് 12-നാ. ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു 2 ആഴ്ചത്തെയും കൂടെ നീട്ടണമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, ഓഗസ്റ്റ് 25-ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നതാണ്. പക്ഷേ ഡോക്ടർ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള അനുവാദം തന്നതും ഓഗസ്റ്റ് 25-നാണ്. പിന്നെ വേറൊരു സാക്ഷ്യം, ഈ നവംബർ മാസത്തിൽ സർജറി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് നവംബറിൽ ഹസ്ബൻഡിൻ്റെ കാലിൽ നിന്ന് വെയിൻ എടുത്ത ആ കാലിൽ 2 വ്രണങ്ങളുണ്ടായി. അതുപോലെ കാലിൽ കരുവാളിപ്പും, അതുപോലെ സർജറി കഴിഞ്ഞ് നീര് കാലിൻ്റെ പാദത്തിൽ കുറവില്ലായിരുന്നു. അപ്പോൾ ഈ വ്രണം വന്ന് കരുവാളിപ്പുമായപ്പോൾ എൻ്റെ മനസ്സിനൊരു പേടിയായി. സ്വെല്ലിങ്ങിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞിരുന്നു അത് സാവധാനേ കുറയുള്ളെന്ന്. അപ്പോൾ ഞാൻ കാലിൽ ആ വ്രണത്തിൽ ഉപ്പും പുരട്ടി, തൈലവും ഉപ്പും പുരട്ടി, വിശ്വാസ പ്രമാണവും ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനോട് പറയണം ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ സാക്ഷ്യപ്പെടുത്തിയാൽ ഞാൻ കൂടെ വന്ന് നിൽക്കാം, ജെസ്സി സാക്ഷ്യപ്പെടുത്തിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിലും മാതാവിനോട് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ പിറ്റേ ദിവസമായപ്പം പെട്ടെന്ന് നീര് കുറഞ്ഞു, വ്രണം ഉണങ്ങാൻ തുടങ്ങി. ആ ചൊവ്വാഴ്ച അച്ഛൻ ഇവിടെ നിന്ന് ഉടമ്പടി പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു 6 പേരുടെ കാലിലെ വ്രണം പോലെ വന്നത് ഈശോ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. അത് ഒരാൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അച്ഛൻ പറഞ്ഞു കാലിൽ കരുവാളിപ്പുള്ള ഒരാളെ ഈശോ ഇപ്പം സുഖപ്പെടുത്തിയെന്ന്. ആ സമയത്ത് ഹസ്ബൻഡ് ഡ്യൂട്ടിയിലായിരുന്നു. തിരിച്ചു വന്ന ഉടനെ എനിക്ക് ചോദിക്കാൻ സാധിച്ചില്ല. ഞങ്ങളന്നൊരു യാത്രയ്ക്ക് പോകേണ്ടിയിരുന്നു. അന്ന് വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു അച്ഛൻ ഇന്ന് വിളിച്ചു പറഞ്ഞിരുന്നു കാലിൽ കരുവാളിപ്പുള്ള ഒരാൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തു എന്ന്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ കാലിൽ നോക്കി, ആ കാലിലെ കരുവാളിപ്പ് പൂർണ്ണമായും പോയിരുന്നു. ഇനിയൊരു സാക്ഷ്യം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആഴ്സിനത്ത് എന്ന ഫിലിപ്പീനോ സ്റ്റാഫിൻ്റെയാണ്. അവൾക്ക് വലത് കൈയിൽ കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന രോഗം കൊണ്ട് സർജറി ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ സർജറി ചെയ്തു. 2 മാസത്തെ സിക്ക് ലീവ് കഴിഞ്ഞിട്ടും കൈ ഒരു ഡയപ്പർ പോലും പൊക്കാൻ മേലാത്ത വിധം കൈക്ക് വേദനയായിരുന്നു. അടുത്ത കൈയിലെ സർജറി ഡിസംബർ മാസത്തിലേക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ റൗണ്ട്സിന് പോയപ്പോൾ ഞാൻ ഈ സ്റ്റാഫിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ കൊച്ചൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്. ടെർമിനേഷൻ 2 മാസത്തിൽ കൂടുതൽ അവധി സിക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ ടെർമിനേഷൻ കിട്ടും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഞാൻ ആ സ്റ്റാഫിനോട് ചോദിച്ചു നീ RC ആണോ, മാതാവിനെ അറിയാം? അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നുണ്ട്, മാമാ മരിയ എനിക്കറിയാം, ഞാൻ RC ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ തൈലം പുരട്ടി ആ കയ്യിൽ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. എന്നിട്ട് ഞാൻ അതുപോലെ ഇംഗ്ലീഷിലുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോർവേഡ് ചെയ്തു. പിന്നെ ചൊവ്വാഴ്ചകളിലെ അച്ഛൻ്റെ ആരാധന അത് മലയാളത്തിലുള്ളതാണ്, പക്ഷെ മനസ്സിലാകില്ലെങ്കിലും ആ ആരാധനയിൽ പങ്കുകൊള്ളണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടാകുമായിരുന്നു അവളോട് കുമ്പസാരിച്ച് കുർബാന ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങൾ ഒത്തിരി ഇൻറ്റീരിയർ സ്റ്റേഷനിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് മാസത്തിൽ 3 കുർബാനയേ ഉള്ളൂ. അപ്പോൾ അവളെപ്പോഴും പറയും എനിക്ക് ഡ്യൂട്ടിയാണ്, അത് സാധിക്കുന്നില്ല എന്ന്. അങ്ങനെ വേദന ഇടയ്ക്ക് കുറയും കൂടും. അങ്ങനെ ഡിസംബർ 26 തോന്നുന്നു ഇവളെ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റാക്കി. പിറ്റേ ദിവസം സർജറിയാണ്, ടെസ്റ്റുകളെല്ലാം ചെയ്തു. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, സിസ്റ്ററെ എൻ്റെ സർജറി നാളെയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഈശോയുടെ മുമ്പിൽ ചെന്ന് വന്നിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ ഈശോയെ സർജറി കൂടാതെ ഇവളെ സൗഖ്യപ്പെടുത്തുവാനാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ കൂട്ടുകാർ പലരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എത്രയും ദയുള്ള മാതാവേ എന്ന ജപം 101 പ്രാവശ്യം ചൊല്ലി അവർ പ്രാർത്ഥിക്കുമായിരുന്നു.
അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ ചോദിച്ച എല്ലാം നീ എനിക്ക് തന്നിട്ടും ഇവള് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമാകേണ്ടതാണ്. അവിടെ മുസ്ലിംസ് ഉണ്ട്, ഫിലിപ്പീനോസ്, പല രാജ്യക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും അറിയാം ഇവൾക്ക് സർജറി വേണ്ടതാണെന്ന്. അവരുടെ എല്ലാം മുമ്പിൽ ഒരു സാക്ഷ്യമാകാൻ തക്കവണ്ണം അവളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിറ്റേ ദിവസം അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു, നിന്നെ സർജറിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ അവൾ ഡിസ്ചാർജായി. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, നീ ഇന്ന് പള്ളിയുടെ അടുത്താണ് ആശുപത്രി, അതുകൊണ്ട് അവിടെ പോയി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അങ്ങനെ ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് MRI എടുക്കാൻ വന്നു. MRI എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിനക്ക് സർജറിയുടെ ആവശ്യമില്ല. അങ്ങനെ ആ കുട്ടിക്ക് പൂർണ്ണമായും ആ വേദനയിൽ നിന്ന് സൗഖ്യം കിട്ടി. ഇനി വേറൊരു സാക്ഷ്യം, ഞങ്ങൾ മസ്കറ്റിൽ നിന്നും 28-നാണ് പോരുന്നത്. 27-ന് പോരുന്നതിന് മുൻപ് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ 26-ന് രാത്രിക്ക് തന്നെ ഇട്ടു. 27-ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തു. അതിനുള്ളിലായിരുന്നു ഹസ്ബൻഡിൻ്റെ സ്റ്റുഡൻസിൻ്റെ മാർക്സ് എല്ലാം ഇരുന്ന ഒരു ഫ്ലാഷ് ഉണ്ടായിരുന്നു. ഞാൻ വാഷ് ചെയ്ത് വിരിച്ചിട്ടപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ എൻ്റെ ഫ്ലാഷ് എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ലല്ലോ, ഞാൻ പോക്കറ്റ് തപ്പിയില്ല. പിന്നെ ഉടനെ നോക്കി കഴിഞ്ഞപ്പം പാൻസിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അപ്പം തന്നെ മനസ്സിലായി, കാരണം ഇത്രയും സമയം വാഷ് ചെയ്തൊരു സാധനം അത് ഒരിക്കലും കിട്ടാൻ പോകുന്നതല്ലെന്ന്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നാലും എനിക്ക് ആ ഫ്ലാഷും തന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞത് പോയി എന്ന് പറഞ്ഞ് ആ മേശയിലേക്ക് വെച്ചു. ഞാൻ ആ മേശയിൽ നിന്ന് എൻ്റെ കയ്യിലെടുത്ത്, തൈലം എൻ്റെ കയ്യിലേ തീർന്നു പോയിരുന്നു. ഞാൻ മാതാവിൻ്റെ മെഡൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണവും ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി. അങ്ങനെ ഞാൻ പറഞ്ഞു 8 മണി ഇത് ഫ്ലാഷ് അവിടെ ചെന്ന് കമ്പ്യൂട്ടറിലിടുമ്പം എനിക്കൊരു മെസ്സേജ് തരണം എന്ന്. അപ്പോൾ തന്നെ 8 മണിയായപ്പോൾ മെസ്സേജ് വന്നു, ജെസ്സി എല്ലാ ഡോക്യുമെൻസും ഉണ്ട്, ഒരു പ്രശ്നവുമില്ല എന്ന്. അങ്ങനെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇനിയുമുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ നിർത്തുവാണ്. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന പൈസ ഇല്ലാത്ത പിള്ളേരെ പഠിപ്പിക്കാൻ പൈസ കൊടുക്കുമായിരുന്നു, ഭവന നിർമ്മാണത്തിന് പൈസ കൊടുക്കുമായിരുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, വണ്ടിയില്ലാത്തവരെ കുർബാന കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ വണ്ടി പോയി കൊണ്ടുവന്ന് അവരെ അതിൽ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:23 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകയാൽ നമ്മളുടെ പ്രത്യാശ ഏറ്റുപറയുന്നവർ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കുവൻ. നമുക്കറിയാം, ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉടമ്പടി ബന്ധത്തിൽ നമ്മൾ കൊടുക്കുന്ന സാക്ഷ്യങ്ങൾ അനേകരുടെ ജീവിതത്തിൽ അഭിഷേകമായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജെസ്സി അഗസ്റ്റിൻ എന്ന ഈ സഹോദരി ഉടമ്പടിയിലായിരിക്കുമ്പോൾ തൻ്റെ ഭർത്താവിന് ഒരു അസുഖമുണ്ടാകുകയാണ്. അപ്പോൾ കാണുന്നവരൊക്കെ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തപ്പോൾ പണി തുടങ്ങിയെന്ന്. പക്ഷെ നമുക്കറിയാം, ഉടമ്പടി ബന്ധത്തിൽ ദൈവം നമ്മളുടെ വിശ്വാസ ജീവിതത്തെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. വിശ്വാസത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരാണെന്ന് കാണുമ്പോൾ നമ്മളുടെ വിശ്വാസം ദൈവം വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നമ്മളിപ്പോൾ കണ്ടു, സഹോദരന് നെഞ്ചുവേദന ഉണ്ടായപ്പോൾ, മറ്റു രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ഉടമ്പടി തൈലവും കാശുരൂപവും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതും ജീവിതത്തിലേക്ക് കടന്നു വന്ന വലിയ പ്രശ്നത്തെ ലഘൂകരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയ അപകടത്തെ പരിശുദ്ധ അമ്മ അവരെ സംരക്ഷിച്ച് കാത്തു പരിപാലിച്ചു എന്ന് ഉടമ്പടി സാക്ഷ്യത്തിൽ ഈ സഹോദരി പറയുകയായിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന ഫിലിപ്പിനോക്കാരിയായിട്ടുള്ള നേഴ്സിൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തൈലവും ഉടമ്പടി പ്രാർത്ഥനയുമൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ സൗഖ്യമായിട്ട് മാറിയത് എന്ന് നമ്മൾ കാണുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ നിരന്തരമായിട്ടുള്ളൊരു സാന്നിധ്യവും സംരക്ഷണവും ഉടമ്പടി ജീവിതത്തിലായിരിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെയും
പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും അനേകർക്ക് നന്മയായിട്ട് ദൈവത്തിന് സാക്ഷിയായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുക, നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് ദൈവം പ്രതിഫലം തരും, നമ്മളെ അനുഗ്രഹിക്കും. ഈ വലിയ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ ചങ്ങനാശ്ശേരി ചിരഞ്ചിറ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 നവംബർ 10 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം, എനിക്ക് മക്കൾ 3 പേരാണ്. ട്വിൻസാണ് 2 പേര്. അതിൽ ഈ മോടെ താഴെയുള്ള കുഞ്ഞ് വളരെ ചെറുപ്പം മുതലേ മഠത്തിൽ പോകാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മോൾ മഠത്തിൽ പോയി. ഈ മക്കളറിയാതെ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ 3 മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. തമ്പുരാൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെയെങ്കിലും തമ്പുരാൻ എടുക്കണേന്നും. അങ്ങനെ ഈ മോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് മഠത്തിൽ പോയതിന് ശേഷം 1 വർഷം കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷം ഞാൻ ദിവസവും കരച്ചിലായിരുന്നു. ഈ മകളെ എനിക്ക് പിരിഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ മകളും അവധിക്ക് വരുമ്പോഴെല്ലാം ഞാൻ മോളോട് പറയും, മോൾ അമ്മയെ വിട്ട് പോവല്ലേ, മോൾ പോവണ്ട മോളേന്ന്. സന്യാസം ഇഷ്ടം അല്ലാത്തത് കൊണ്ടല്ല, സന്യാസം ഇഷ്ടമാണ്. പക്ഷേ മകളെ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ ബലിയിലും ഞാൻ പങ്കെടുക്കും. ഈശോയോട് പറയും, ഈശോയെ ഈ വിളിയുടെ ആഴം എനിക്കൊന്ന് മനസ്സിലാക്കി തരണേന്ന്. അങ്ങനെ മോള് നോഷിറ്റ് കാലമായപ്പോൾ ഞങ്ങൾക്ക് കാണാനും വിളിക്കാനും ഒന്നും പറ്റാത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയേറെ പ്രയാസമായിട്ട് ഞാൻ ഈ മകളെ മഠത്തിൽ പോയി വളരെ പ്രയാസപ്പെട്ട് ഞാൻ അധികാരികളോട് പറഞ്ഞ് എനിക്ക് കുഞ്ഞിനെ വിട്ടു തരണം, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകില്ല, എനിക്ക് മകളെ തരണമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അധികാരികൾ എൻ്റെ പ്രയാസം കണ്ട് ഈ മകളെ എൻ്റെ കൂട്ടത്തിൽ വിട്ട്, ഈ മകൾ ഒരു കാരണവശാലും വരത്തില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കുഞ്ഞ് വീട്ടിൽ വന്നു. 6 ദിവസം എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മോളോട് ഈ കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര വിഷമത്തിലായിരുന്നു. ഈ മക്കൾ പറഞ്ഞു കൊടുത്ത്, നീ ഒരു ബ്രേക്ക് എടുക്ക്, 6 മാസം കഴിഞ്ഞിട്ട് നീ അമ്മയുടെ വിഷമമെല്ലാം മാറിയിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ ഈ കുഞ്ഞ് സമ്മതിച്ചു. അമ്മയുടെ പ്രയാസമെല്ലാം മാറി ഞാൻ പോകാമെന്ന് അധികാരികളെ അറിയിപ്പിച്ചു. അതിന് ശേഷം ഈ ഒരു ദിവസം ഞാൻ നോക്കി മോളോട് പറഞ്ഞു, മോള് കുളിച്ച് റെഡിയാവും, അമ്മ ഇപ്പുറത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ജീവിത പങ്കാളി ഞാനും കൂടെ അപ്പുറത്തിരിക്കുന്ന സമയത്ത് ഈ മോളെ കാണുന്നില്ല. അങ്ങനെ ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ഈ കുഞ്ഞ് ഈശോ ബെഡേ കിടന്നുകൊണ്ട് ഈ ബൈബിൾ എടുത്ത് നെഞ്ചിൽ വെച്ച്, കുരിശും എടുത്ത് നെഞ്ചിൽ വെച്ച് കുഞ്ഞിങ്ങനെ കൈ വിരിച്ച് കിടക്കുവാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയമായി. അങ്ങനെ ഞാൻ മോളെ വിളിച്ചു. മോളേന്ന് വിളിച്ച് എന്താ അമ്മച്ചിന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, മോളെ എഴുന്നേക്ക്, മോൾ വിഷമിക്കേണ്ട, മോൾക്ക് മടത്തിൽ പോകണമെന്ന് ചോദിച്ചു. തിരിച്ച് പോകണമെന്ന് ചോദിച്ചവൻ പറഞ്ഞ് എനിക്ക് പോകണമെന്ന് പറഞ്ഞ്. അമ്മച്ചിക്ക് സമ്മതമാണെങ്കിൽ ഇപ്പം പോകാം, ഇല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞ്, എന്നാൽ മോൾ അധികാരിയെ വിളിച്ച് പറഞ്ഞേര്, അമ്മമാരോട് പറഞ്ഞേര്, മോൾ തിരിച്ചു വരുമല്ലോ. എനിക്ക് മനസ്സില്ലാതാണ് വിടുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ വന്നു ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ഈ കുഞ്ഞ് നിരന്തരം എന്നോട് പറയുമായിരുന്നു, അമ്മ കൃപാസനം വരെ പോവും, അമ്മ അവിടെ ഒന്ന് ചെന്നാൽ മതി, അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. എല്ലാ ദിവസവും അമ്മ ബലിയിലും പങ്കെടുക്കുന്നു, പക്ഷേ അമ്മയ്ക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന്. അങ്ങനെ ഞാനിവിടെ വന്ന് ജീവിത പങ്കാളി ഞാനും കൂടെ ഇവിടെ വന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാറ്റമുണ്ടായെന്ന് വെച്ചാൽ ആ ഉടമ്പടിയിൽ ഞാൻ ജീവിക്കാൻ ഭാവിച്ചു. എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ സാധിക്കണേന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം എഴുതിയായിരുന്നു. അങ്ങനെ എനിക്ക് മോളെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ സാധിച്ചു. ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്. അതുപോലെ മെയ് 6-ാം തീയതിയായിരുന്നു എൻ്റെ മോടെ ഉടുപ്പിടിയിൽ കഴിഞ്ഞു. വളരെ സന്തോഷമായിട്ട് മോൾ കഴിയുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. കാരണം എൻ്റെ കുടുംബത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും, ആ മോള് കൂടാതെ 2 പേരും ജീവിത പങ്കാളിയും ഭയങ്കര വിഷമത്തിലായിരുന്നു. എൻ്റെ പ്രയാസം കണ്ട് എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോഴാണ് ടെൻഷൻ കയറി എനിക്ക് പല അസുഖങ്ങളും വരും. പക്ഷേ എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. എനിക്ക് ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം വളരെ അത്ഭുതമാണ്. അത് സിസ്റ്റേഴ്സ് തന്നെയും പറയുന്നുണ്ട്. അങ്ങനെ അവരും പറഞ്ഞു എന്നോട് സാക്ഷ്യപ്പെടുത്താനെന്ന്. പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് 2ാമത്തെ സാക്ഷ്യമെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നിട്ട് ICUയിലാക്കി.
കൗണ്ട് കുറഞ്ഞ് കൗണ്ട് 500-ലായിരുന്നു. ICUലാക്കിയപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലായിരുന്നു, ബിലിവേഴ്സിലായിരുന്നു, തിരുവല്ലയിൽ. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് ഉടമ്പടി തൈലവും കാശ് രൂപം ആൻറ്റിയുടെ കഴുത്തലിട്ട് കൊടുത്തിട്ട് ഞാൻ തന്നെ പറഞ്ഞു, അമ്മേ ഈ കൗണ്ട് കൂട്ടിത്തരണേ, ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്നു. അത് എന്നെ വലിയ അത്ഭുതത്തിലേക്ക് വരുത്തി. അത് പിറ്റേ ദിവസമായപ്പോൾ ആൻറ്റിക്ക് കൗണ്ട് നോക്കിയപ്പോൾ 2500 അങ്ങനെ ആൻറ്റി പൂർണ്ണ സൗഖ്യമായി ICUന്ന് മാറ്റി. പിന്നെ കിട്ടിയതെന്ന് വെച്ചാൽ ഈ മകൾ BSc നേഴ്സിംഗ് പഠിക്കുവാണ്. ഈ മകളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ മോള് BSc നേഴ്സിങ്ങിന് ലാസ്റ്റ് വർഷം എല്ലാ വിഷയവും കിട്ടി നല്ല മാർക്കോടെ പാസ്സാവണമെന്നു. അത് സാധിച്ചു. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വലത്തെ സൈഡിലൊരു വേദന വന്നിട്ട് ഞാൻ ഗ്യാസ്ട്രോയെ കാണിച്ചപ്പോൾ പറഞ്ഞു ലിവറിൻ്റെ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റ് നടത്തി ചൊവ്വാഴ്ച ഇവിടുത്തെ അച്ഛൻ്റെ ആരാധനയിൽ കൂടി അച്ഛൻ പറഞ്ഞായിരുന്നു ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും ലിവർ രോഗികളെയും സുഖപ്പെടുത്തുന്ന കാര്യം. അപ്പം ഞാൻ വലത്തെ സൈഡിലെ കൈ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ അമ്മയുടെ മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം എൻ്റെ ലിവർ ഫങ്ഷൻ നോർമൽ ആയിരിക്കണേന്ന്. ഇന്നലെ ആ റിസൾട്ട് കിട്ടി, നെഗറ്റീവായിരുന്നു, എനിക്കൊരു കുഴപ്പവുമില്ല. എനിക്ക് കിട്ടിയ അനുഗ്രഹം ഇത്രയാണ്. എനിക്ക് ഏറെ അനുഗ്രഹം കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ മകളെ പൂർണ്ണമായും തമ്പുരാന് വിട്ടുകൊടുക്കാൻ സാധിച്ചതാണ്. അതെനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ്, കുമ്പസരിക്കാറുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് പാറേപ്പള്ളിയുണ്ട്. അവിടെ ചെന്ന് അമ്മയുടെ മുന്നിൽ ഞാൻ എപ്പോഴും കരയും, അമ്മേ എൻ്റെ മനസ്സൊന്ന് വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കണോ അമ്മേ, അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കണേന്ന്. അങ്ങനെ എൻ്റെ ഈ മോള് പറഞ്ഞ അമ്മച്ചി അവിടം വരെ ഒന്ന് പോയാൽ മതിയെന്ന്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തണക്കെ കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ്. എൻ്റെ കുഞ്ഞിനെ തമ്പുരാന് വിട്ടുകൊടുക്കാൻ സാധിച്ച് ഒരു നല്ലൊരു വിശുദ്ധിയുള്ളൊരു കന്യാസ്ത്രീ ആവാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കും, കൊണ്ടുകിടന്ന് എല്ലായിടക്കും കൊടുക്കും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണം ഉണ്ടാക്കി ജീവിത പങ്കാളി ഞാനും കൂടെ കൊണ്ടു കൊടുക്കും. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ രോഗികൾ ആരെയൊക്കെയും ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. വ്യത്യസ്തമായ ജീവിത തലങ്ങളിലേക്ക് ഒരു വിശ്വാസത്തിലേക്ക് വീണ്ടും ദൈവം എല്ലാം ചേർത്ത് നൽകപ്പെടുകയാണ്. എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല. തിരുവചനം നമ്മോട് അരുളി ചെയ്യുമ്പോൾ തൻ്റെ മകളെ, സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന മകളെ തിരിച്ചു വിളിക്കുന്ന ഒരമ്മ ഓരോ പ്രാവശ്യവും മകളോട് ഉപദേശിക്കുകയാണ്, നീ പോകരുത്, നീ പോകണ്ട, എനിക്കും വിഷമമാണ്. 6ാം ക്ലാസ് മുതൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മകൾക്ക് അത് പറ്റുന്നില്ല. അങ്ങനെ ആ മകള് പോകുന്നു. എന്നാൽ നൊവിഷ്യേറ്റ് കാലഘട്ടം അത് ഏറ്റവും ഒരു ഇൻസ്ട്രക്ഷൻസിൽ ഏറ്റവും കർശനമായ രീതിയിൽ തന്നെ നയിക്കുന്ന ഒരു കാലഘട്ടമാണ് കാനോനിക്കൽ നൊവിഷ്യേറ്റ്. ആ കാലഘട്ടത്തിലാണ് ഈ അമ്മ തൻ്റെ മകളോട് മിണ്ടാൻ പറ്റുന്നില്ല, ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒട്ടും പറ്റാതെ നിർബന്ധിച്ച് മകളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അതാണ് നാം കേട്ടത്. അത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള തിരുവചനം കൂട്ടിച്ചേർത്ത് പറയപ്പെടേണ്ട ഒരു കാര്യമാണ്. അതായത് അങ്ങനെ ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണ് നൊവിഷ്യേറ്റ് കാലഘട്ടം. എന്നാൽ ഈ മകള് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള മകളാണെന്നറിയുന്ന ഗുരുത്തി അമ്മയും ഗുരുവച്ചനുമൊക്കെ ആ മകളെ പറഞ്ഞു വിടുകയാണ്. തിരിച്ചു നീ വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ 6 ദിവസത്തിനുള്ളിൽ ഈ അമ്മയുടെ മനം മാറുന്നു. തൻ്റെ മകള് കർത്താവിന് വേണ്ടിയിട്ട് തന്നെയുള്ള മകളാണെന്നറിഞ്ഞ് കൊണ്ടു ചെല്ലുമ്പോൾ 2 കൈകളും നീട്ടി ആ സന്യാസ സഭ സ്വീകരിക്കുകയും ആ മകള് മെയ് 6-ാം തീയതി സഭാവസ്ത്രം സ്വീകരിച്ചു എന്നാണ് നാം കേട്ടത്. അപ്പോൾ തൻ്റെ മകളെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്, തനിക്കത് സാധിക്കുന്നില്ല, എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. ഇവിടെ ഈ അമ്മ തന്നെ പറഞ്ഞ കാര്യമാണ്. എന്നാൽ എനിക്ക് ഒരു മക്കളെ ആരെയെങ്കിലും ഒരാളെ ഒരു ദൈവിക വേലയ്ക്ക് വിട്ടുകൊടുക്കണമെന്നുമുണ്ട്. എന്നാൽ തനിക്ക് സാധിക്കുന്നില്ല. ഉടമ്പടിയിലൂടെ തൻ്റെ മനസ്സ് ഫ്രീ ആയി എന്നാണ് പറയുക.
അതിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പൂർണ്ണമായും തനിക്ക് ഒരു ഭാരം ഇറക്കി വെച്ച ഒരു അവസ്ഥ തനിക്ക് വരുന്നു. അതാണ് ഭാരലഘുത്വം. മാതാവിനോട് ഇതിനു മുമ്പ് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, എന്നാൽ കൃപാസനത്തിലെ അമ്മ നമുക്ക് സമയ ചുരുക്കത്തിൻ്റെ അമ്മയായിട്ട് ഈ അൾത്താരയിൽ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷയായ അമ്മയാണ്. അപ്പോഴമ്മയുടെ മുമ്പിൽ നാം വെക്കുന്ന ഓരോ കാര്യവും അമ്മ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ്. അമ്മ ഭാരലഘുത്വം എത്രയോ സാക്ഷ്യങ്ങളിൽ നാം കാണുന്നു, സമയച്ചുരുക്കവും ഭാരലഘുത്വവും ഒക്കെ. അങ്ങനെ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ കൃപയായിട്ട് ആ മകളെ ദൈവത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു. വീണ്ടും തനിക്ക് കിട്ടിയ ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ കാരുണ്യ പ്രവർത്തികളൊക്കെ ഇന്ന് ഏറ്റവും നന്ദിയോടെ ഈ അൾത്താരയിൽ നിന്ന് തൻ്റെ മകളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ അമ്മ നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം, കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.